താങ്കളുടെ മകൻ്റെ ഒരു അനുഭവം താങ്കൾ പറഞ്ഞു കേട്ടത് അതൊന്ന് വിശദീകരിക്കാം. അത് തന്നെ ഇയാളത് അതായിരുന്നു ഒരു ആനിമേഷൻ. ഇയാളത് ഒരു ജീവിതമായിരുന്നു. എനിക്ക് ആനിമേഷൻ മാത്രം ഒരു വലിയ ആനിമേറ്റർ ആവണം, എനിക്ക് ഈ കാർട്ടൂൺ സിനിമ ഉണ്ടാക്കണം. പുള്ളിക്ക് ഒരു ആഗ്രഹം എങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ആനിമേഷൻ ആർട്ടിസ്റ്റ് ആരും ഇല്ല. സ്കൂളിലൊക്കെ വലിയ മാർക്ക് വാങ്ങിച്ച് വിജയിച്ചിരുന്ന ഇല്ല. ഇല്ല. പുള്ളി ഒരു സാധാരണ 58%, 59%, 60% ഇത്ര മാർക്സ് വരുള്ളൂ. ശരി. അപ്പോൾ അവർ പറഞ്ഞു എന്നെ കൊണ്ട് ഇത്രയും. ഞാൻ ചോദിച്ചു എന്ത് അത് മാർക്സ് എന്നെ കൊണ്ട് എത്രയും ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഇയാൾ ഹോസ്റ്റലിലാണ് പഠിച്ചത്. അവിടെ ഒരു മിക്കവാറും അവിടെ ഒരു ഈ സമ്പൂർണ്ണ വ്യക്തിത്വ വികസനമാണ് ഈ നമ്മുടെ ചില ഹോസ്റ്റലിലെ ആളുകളൊക്കെ സ്കൂളുകളൊക്കെ പറയുന്നത്, സ്കൂളുകളൊക്കെ ശ്രമിക്കുന്നത്. എപ്പോഴും ഇയാൾ ക്ലാസ് A+ ഗ്രേഡ് കിട്ടണമെന്ന് ചില സ്കൂളുകൾ ആ രീതിയിലല്ല അവർ പഠിപ്പിക്കുന്നത്. ഞാൻ ഇയാളെ പഠിപ്പിച്ചതിൻ്റെ കാര്യത്തിൽ ഹിസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഷുഡ് ബി ടോട്ടൽ ഓൾ റൗണ്ട് എന്താണ് വ്യക്തിത്വ വികസനമാണ് വേണം. ഇയാൾ സ്പോർട്സിനും നല്ലതായിരിക്കണം. ഇയാൾ വല്ല പാട്ടോ ഇല്ലെങ്കിൽ വല്ല മ്യൂസിക്കോ ഒക്കെ എടുക്കാനുള്ള ഇയാൾ താല്പര്യമുണ്ടെങ്കിൽ അതും ഇയാൾ നന്നായിട്ട് ചെയ്യണം. പിന്നെ ഇയാൾ ഒരു നല്ല മാർക്സ് കൊണ്ട് പാസ്സാവുക. അപ്പോൾ ഈ വാസ് ഓൾവേസ് ലൈക്ക് 60%, 59%, 8%. ആൻഡ് വി സൈഡ് ഇറ്റ് ഈസ് ഓക്കെ. മകൻ പിന്നീട് ആനിമേഷനിൽ തന്നെ പോയി, അതിന് വലിയ മിടുക്കനായി. അപ്പോൾ ഇയാളൊന്നുമില്ല, ഇയാൾ ഡിഗ്രി പോലെ ചെയ്തിട്ടില്ല. കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞാലും എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് നിങ്ങൾ മനസ്സിലാവുമല്ലോ. ഗൂഗിളിൽ പോയി നോക്കാമല്ലോ. ഈസ് എവറിത്തിങ് ഈസ് ദെയർ. ഛത്രസാൽ സിംഗ് പേര് വെച്ചാൽ ഗൂഗിൾ വിൽ ടെൽ ഹൂ ഈസ്. പുള്ളിയുടെ ഇഷ്ടത്തിന് വിട്ടപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഒരു ഡിപ്ലോമ ചെയ്യിപ്പിച്ചാൽ മതി. ഡിപ്ലോമ ചെയ്യിപ്പിച്ചു. പുള്ളി 2010 മുതൽ പല സ്റ്റുഡിയോകളിൽ ഇന്ത്യയിൽ ജോലി ചെയ്തു. പിന്നെ പുറത്തുനിന്നുള്ള ഒരു ചാൻസ് അവർ വിളിച്ചു ഇയാളെ ജോലി കണ്ടിട്ട്. ആദ്യത്തെ ലണ്ടനിൽ പോയി. ഇപ്പോൾ ചൈനയിലെ ഒരു അമേരിക്കൻ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നു, സിനിമ ഉണ്ടാക്കുന്നു.